വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കേരളം കടന്നു പോകുമ്പോഴും വിദ്യാർത്ഥികൾക്ക് ആശ്വസിക്കാൻ കഴിയുന്ന സന്തോഷ വാർത്തകൾ വരുന്നുണ്ട്. നമുക്കറിയാം, സ്കൂളുകൾ തുറക്കുന്ന കാര്യമൊന്നുമല്ല സന്തോഷ വാർത്തയായിട്ട് പറയുന്നത്, സ്കൂളുകൾ അടയ്ക്കുന്ന കാര്യവുമല്ല. മറ്റ് ചില വാർത്തകൾ കൂടി, അത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഏറെ സന്തോഷം നൽകുന്ന വാർത്തകൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മളിന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളുടെ കേരളത്തിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്യുകയാണെന്ന് 3:30. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ആദ്യം സ്കൂൾ വിദ്യാർത്ഥികളുടെ സന്തോഷ വാർത്ത, നമ്മൾക്കിതാ ഭക്ഷ്യക്കിറ്റുകൾ, രണ്ടാമത്തെ ഭക്ഷ്യക്കിറ്റുകളും കൂടി വിതരണം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഈ മാസം മുതൽ സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അരിയും പലവ്യഞ്ജന കിറ്റുകളും അടങ്ങുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 27 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്കാണ് ഇത് ഗുണകരമായിട്ട് വരിക. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ അവധി ദിനങ്ങൾ ഒഴിവാക്കിയുള്ള 62 ദിവസങ്ങളിലായി കുട്ടികൾക്ക് അർഹതപ്പെട്ട ഭക്ഷ്യധാന്യവും പാചക ചെലവിനത്തിൽ വരുന്ന തുകയ്ക്ക് തുല്യമായ പലവ്യഞ്ജനങ്ങളുമാണ് കിറ്റിൽ ഉൾപ്പെടുന്നത്. ചെറുപയർ, കടല, തുവരപ്പരിപ്പ്, ഉഴുന്ന്, ഭക്ഷ്യ എണ്ണ, 3 ഇനം കറി പൗഡർ എന്നിവയും ലഭിക്കുകയാണ്. അപ്പോൾ ഓണക്കിറ്റൊക്കെ മേടിച്ചവരാണ് നമ്മൾ. ഓണക്കിറ്റ് മാത്രമല്ല, ഇപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ വീട്ടിലേക്ക് കിറ്റ് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. സ്കൂളുകൾ വഴി വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നു. പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെ, പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ്, അതായത് ഉച്ചക്കഞ്ഞി പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ, എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടുന്നുണ്ട്. പങ്കെടുക്കുന്നവർക്കും പങ്കെടുക്കാത്തവർക്കും 27 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്ക് കിറ്റ് കിട്ടുവാൻ വേണ്ടി പോകുന്നു. അപ്പോൾ കിറ്റ് മേടിക്കാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും തയ്യാറായിരുന്നുള്ളുക. സ്കൂളുകളിലേക്ക് വരുന്ന മുറയ്ക്ക് ചേട്ടുമെത്തും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ കിറ്റാണ് എത്താൻ വേണ്ടി പോകുന്നത്. അവധി ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസങ്ങളിലെ നിങ്ങൾ എത്രയാണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വാർത്ത വിദ്യാർത്ഥികളെ അറിയിക്കുകയാണ്. അപ്പോൾ കിറ്റൊക്കെ കിട്ടുമ്പോൾ മാമനെയും കൂടി ഒന്ന് ഓർത്തേക്കണേ. അപ്പോൾ ഇനി അടുത്തത് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള സന്തോഷ വാർത്തയാണ്. നമ്മൾ പറഞ്ഞിരുന്ന കോളേജുകളിൽ പുതിയ കോഴ്സുകൾ ആരംഭിക്കുവാൻ വേണ്ടി പോകുന്നു. അത് അടുത്ത മാസം മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. കോളേജുകളിൽ ഈ വർഷം ആരംഭിക്കുന്ന പുതിയ കോഴ്സുകളിലേക്ക് അടുത്ത മാസത്തോടെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി അവസരമൊരുങ്ങും. ഇതിനായി കേരള, കോഴിക്കോട്, MG, കണ്ണൂർ സർവകലാശാലകളിലെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതോടെ ഗവർണർ ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്ത. അതായത് പുതുതലമുറ കോഴ്സുകളാണ് സർവകലാശാല മുൻഗണന നൽകുന്നത്. എല്ലാ കോഴ്സുകളും അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ് വേണ്ടത് എന്ന് അപേക്ഷിക്കാൻ സർവകലാശാലയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം നൽകിയിരുന്നു. ആ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം മുതൽ തന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ പറഞ്ഞു, റെക്കോർഡ് വർധനവാണ് കോളേജുകളുടെ സീറ്റ് വർധനവുമായിട്ട് അല്ലെങ്കിൽ സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികളുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായത്. ആ വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് പുതിയ കോഴ്സുകൾ കൂടി വരുന്നു. അപ്പോൾ സീറ്റുകളുടെ എണ്ണം കൂടാൻ വേണ്ടി പോകുന്നു. ഈ വർഷം തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഇന്ന് നിർണായകമായ പ്രഖ്യാപനം, നമ്മളുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രംഗത്ത് വരികയാണ്. ഏതൊക്കെ കോഴ്സുകൾ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള വലിയൊരു ആശങ്കയും അതോടൊപ്പം തന്നെ വലിയൊരു കാത്തിരിപ്പുമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ കോളേജുകളിലെ പുതിയ കോഴ്സുകളുമായി ബന്ധപ്പെട്ട വാർത്തയും പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ ഏറെ കാത്തിരുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിരാശയുടെ വാർത്തയുണ്ട്. സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിൽ അന്തിമമായി തീരുമാനം എടുത്തിട്ടില്ല. ഒക്ടോബറിലും ഉണ്ടാകില്ല, നവംബറിലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ കളികളെല്ലാം തന്നെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുവാൻ വേണ്ടി പോകുന്നു. 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടാൻ വേണ്ടി പാടില്ല. കേരളത്തിൽ നിരോധനാജ്ഞയുടെ ശക്തമായ നിയന്ത്രണത്തിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ വാർത്തകൾ വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾ ഭക്ഷ്യക്കിറ്റ് മേടിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തുകൊള്ളുക. പുതിയ കോളേജുകളെ പുതിയ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികളും തയ്യാറെടുത്തുകൊള്ളുക. അപ്പോൾ മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിവരങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.